ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിരിക്കുന്ന ഒരു ട്രഡീഷണൽ ഫുഡിന്റെ റെസിപ്പി ആയിട്ടാണ്. അതിന്റെ കുറെ ഐറ്റംസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം വാപ്പി പറയുന്നത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ട്രഡീഷണൽ കേരള ഫുഡിന്റെ റെസിപ്പീസ് ആണ്. അതിന് നമ്മൾ കുറെ ഐറ്റംസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ശർക്കര, തേങ്ങ, പഴം, അരിമാവ്, ഒരു കുറെ ലീഫ്, പിന്നെ കുറച്ച് നെയ്യ്. എന്താ ഫുഡ് എന്ന് വെച്ചാൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഫുഡ് എന്ന്. കേരളത്തിന്റെ തനിമയായ ഒരു ഫുഡിന്റെ റെസിപ്പീസ് ആണ്. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോയാലോ. ആദ്യം നമുക്ക് വേണ്ടത്, നമുക്ക് ശർക്കര ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഇതേ കണക്ക് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെള്ള ശർക്കരയാണ്. ഇങ്ങനെ ചോപ്പ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പൊ നമ്മള് ശർക്കര ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 1 കിലോ മാവ്, അരിമാവാണ് എടുത്തിരിക്കുന്നത്. വറുത്ത മാവാണ്. അതിനകത്തോട്ട് നമ്മൾ ഇതിനകത്ത് എടുക്കണം. മധുരത്തിനനുസരിച്ചുള്ള ശർക്കര നമുക്ക് എടുക്കാം. ഞാനിപ്പോ ഈ ശർക്കര മൊത്തം അതിനകത്തോട്ട് ആഡ് ചെയ്യാണ്. ഇനി തേങ്ങ, 2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 2 മുറി തേങ്ങയും നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാണ്. ഇതിനകത്ത് നമ്മൾ വെള്ളം ചേർക്കുന്നതില്ല. നമ്മൾ ആവശ്യത്തിനുള്ള പഴം, ഞാൻ എടുത്തിരിക്കുന്നത് ഞാലിപ്പൂവൻ പഴമാണ്. 1/2 കിലോ പഴം എടുത്തിട്ടുണ്ട്. അതും ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് കൊച്ചു പാത്രമായിപ്പോ ഇതിനകത്ത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. നമുക്കിതിനകത്ത് ഒരു ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും ചേർക്കാറുണ്ട്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, ഏലക്കേന്റെ കുരു മാത്രമേ ഉള്ളൂ, അത് മാത്രം കൂടെ ഇതിനകത്ത് ചേർക്കുന്നു ഒരു ഫ്ലേവറിന് വേണ്ടി. പിന്നെ ചേർക്കാനുള്ളത് കുറച്ച് നെയ്യാണ്. നമ്മളെല്ലാം ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. കുറച്ച് നെയ്യ്, ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. പഴവും നെയ്യും തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് പണിയാണ് കേട്ടോ. നമ്മൾ നല്ലോണം അങ്ങ് ഞെവടണം. നമുക്ക് വെള്ളം ഇതിനകത്ത് ചേർക്കേ വേണ്ട. നമ്മളിതിനകത്ത് ശർക്കരക്കകത്തുനിന്നോ പഴത്തിനകത്തു നിന്നാണ് നമുക്കിതിനകത്ത് മയം കിട്ടി വരേണ്ടത് മാവിന്റെ. നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ച് ഈ സാധനം ഇച്ചിരി പണിയാട്ടോ. പക്ഷെ പാടുപെട്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടന്നു പോട്ടും. അല്ലാതെ നമ്മൾ പെട്ടെന്നൊന്നും തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു സംഭവമൊന്നുമല്ല. നമുക്ക് ടേസ്റ്റ് വേണമെങ്കിൽ നമ്മൾ അതേ കണക്ക് പാടുപെട്ടേ പറ്റൂ. അമ്മോ, അടിപൊളി. ഈ നമ്മുടെ മാവ് എങ്ങനെയും നമ്മുടെ മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല പരുവത്തി എത്തിയിട്ടുണ്ട്. ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടാം. ഓക്കെ, മാവൊക്കെ റെഡി ആയി വരുന്നിട്ടുണ്ട്. നമുക്ക് ഇലയിലേക്ക് ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ മാവ് എടുത്ത് ഇങ്ങനെ കയ്യിൽ വെള്ളം വെച്ചിട്ട് ഒന്നിങ്ങനെ പരത്തിയിട്ട് ഈ സാധനം ഒന്നിങ്ങനെ ഈ ഫ്രണ്ട് ഒന്ന് മടക്കിയിട്ട് ഇതിനകത്തോട്ട് വെക്കുക. എന്നിട്ട് വീണ്ടും കുറച്ച് മാവ് എടുത്തിട്ട് വീണ്ടും നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ വെച്ചിട്ട് ഇതിന്റെ ഇലയുടെ പുറത്തോട്ട് ഇങ്ങനെ വെക്കുക.
എന്നിട്ട് തിരിച്ച് ഈ സാധനം എടുത്ത് ഈ ജെന്റ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ വെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് 2 ലെയർ ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ റെസിപ്പിയുടെ കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. എല്ലാം നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി വെച്ച് പുഴുങ്ങിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പൊ ഇഡ്ഡലിക്കുട്ടൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ആവി വരുന്ന തട്ട് വെച്ച് കൊടുക്കാം. നമുക്കിത് പറക്കി വെക്കാം. എല്ലാം നമ്മൾ ഇഡലിക്കുട്ടത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചിരിക്കാം. ഇനി ഒരു 10-20 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കാം. നമ്മൾ വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ആയിട്ട് ഇപ്പൊ ആവി വന്നു തുടങ്ങി. നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. ഗൈസ്, ഭയങ്കര ചൂട്. ഒരെണ്ണം എടുത്തിട്ടുണ്ട്, വെന്തോന്ന് നോക്കാൻ വേണ്ടി. നമുക്ക് വെന്തോന്ന് ഗൈസ്, ഇപ്പൊ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റാം. ഗൈസ്, അപ്പൊ നമ്മളെല്ലാം പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഡിഷിന്റെ പേര് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇലയൊക്കെ എടുത്തപ്പോഴേ എല്ലാവർക്കും കത്തിക്കാറും. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് തെരളിയാണ്. നമ്മുടെ ട്രഡീഷണൽ ഫുഡാണ്. നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു തെരളിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.